തിരികെ വാർത്തയിലേക്ക്. കോഴിക്കോട് ഫാറൂഖിൽ ഭർത്താവ് വീട്ടിൽ നിന്നും പുറത്താക്കിയ ഭാര്യയും 9 വയസ്സുകാരനായ മകന്റെയും ദുരവസ്ഥയ്ക്ക് ഇനിയും പരിഹാരമായില്ല. 8 ദിവസമായി വീട്ടുവരാന്തയിൽ കഴിയുന്ന ഹസീനയ്ക്കും മകനും പിന്തുണയുമായി സാമൂഹിക പ്രവർത്തക VP സുഹറ അടക്കമുള്ളവർ വീട്ടിലെത്തി. ഭർത്താവ് മുഹമ്മദ് ഫാസിൽ വീട്ടിൽ കയറ്റാത്തതിനെ തുടർന്നാണ് ഭാര്യയായ ഹസീനയും മകനും വീട്ടുപടിക്കൽ അന്തിയുറങ്ങേണ്ട ഗതികേടിലായത്. ഹസീനയെയും 9 വയസ്സുകാരനെയും വീട്ടിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് VP സുഹറ അടക്കമുള്ള സാമൂഹ്യ പ്രവർത്തകർ പിന്തുണയുമായി ഹസീനയെ തേടിയെത്തി. മുഹമ്മദ് ഫാസിൽ മുത്തലാഖ് ചൊല്ലി ബന്ധം വേർപ്പെടുത്തിയെന്ന് അവകാശപ്പെടുമ്പോഴാണ് മതപരമായ മുത്തലാഖ് ചൊല്ലിയതിന് ചില രീതികളുണ്ടെന്നും ഹസീനയുടെ കാര്യത്തിൽ അതൊന്നും പാലിക്കപ്പെട്ടില്ലെന്നും VP സുഹറ അടക്കമുള്ളവർ തുറന്നുകാട്ടുന്നത്. ഒരാളെ എല്ലാ യൗവനവും സൗന്ദര്യവും സമ്പത്തും ഒക്കെ അപഹരിച്ചെടുത്തിട്ട് ഒരു ദിവസം കടലാസിൽ എഴുതിയിട്ട് നിന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? ഇതാണോ വിവാഹ ജീവിതം? വളരെ പല സ്വപ്നങ്ങളോടുകൂടിയല്ലേ കടന്നു വരാം. ഒരു കുഞ്ഞുണ്ട്, എന്നിട്ട് അയാൾക്ക് വേറെ പെണ്ണും കൊട്ടി സുഖമായിട്ട് ജീവിക്കുക. ഈ പെണ്ണിനെ ഈ തെരുവിലെറിയുക അല്ലേ? അവിടെ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പള്ളി കമ്മിറ്റിയിൽ ഞാൻ വിളിച്ചു. ഈ മഹല്ല് കമ്മിറ്റികൾ മറുപടി പറയട്ടെ. ഇങ്ങനെയാണോ ഇസ്ലാമിൽ പറഞ്ഞത്? സ്ത്രീകളെ ഇങ്ങനെ നിലത്തിൽ തെരുവിലിറക്കാനാണോ പറഞ്ഞത്? മഹല്ല് കമ്മിറ്റികൾ പറയട്ടെ മറുപടി. 2 ഡിമാൻഡ്സ് അയച്ചത്. ഒന്നുകിൽ അവരെടുത്ത സാധനങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ അവളെ ഭാര്യയെ സ്വീകരിക്കണം. ഇത് രണ്ടിലൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ആളുകളെ കൊണ്ടുവന്നിട്ട് അടിച്ച് പൊളിച്ചിട്ട് ഇവിടെ കയറ്റിയിരുത്തും. കഴിഞ്ഞ ദിവസം ഹസീനയെയും കുടുംബത്തെയും സന്ദർശിക്കാനെത്തിയ VP സുഹറയെ മുഹമ്മദ് ഫാസിലിന്റെ ബന്ധുക്കൾ ചേർന്ന് തടഞ്ഞിരുന്നു. വിഷയത്തിൽ വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ ഇടപെടൽ നടത്താത്തതിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഹസീനയും മകനും വീട്ടിലെത്തിയതോടെ മുഹമ്മദ് ഫാസിലും കുടുംബവും വീട് പൂട്ടി കടന്നുകളയുകയായിരുന്നു. മുത്തലാഖ് ചൊല്ലി ബന്ധം ഏർപ്പെടുത്തിയെന്നാണ് മുഹമ്മദ് ഫാസിലിന്റെ വിചിത്രവാദം. ജനം, കോഴിക്കോട്.